കേരളത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് പെണ്ണ് കിട്ടും. കാരണം പല Leave long hair forever. Don't cut your hair. Don't ever രാവിലെ എന്നെ വിളിക്കുവാണ്. വാട്ട് 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 ഡുറിയൻ. ഹലോ, മോർണിംഗ് മോർണിംഗ്. ഓ ഡുറിയൻ, വെരി ഗുഡ്, വെരി നൈസ്. സോ അവിടെ ആൾക്കാർ ഡൂറിയാന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ അവരുടെ വീട്ടിൽ നിന്ന് എല്ലായിടത്തും ഡൂറിയാൻ കൊണ്ടൊരു അതിപ്രസന്ന. ഹലോ, സവാദിക്കാ. രാവിലെ എണീറ്റു, ഞാൻ തുണിയൊക്കെ കഴുകിയിട്ടു. ഇവിടെ രാവിലെ തന്നെ എല്ലാവരും ഡൂറിയാൻ കഴിക്കുക. This my gift. For fun. My gift you. Mấy cái kén. Thank you. Thank you. Cái gì nhỉ? Ồ, nằm ôm bơi. Nằm ôm bơi. Nằm hốp chẳng thịt làm cô. It's good. Good. Okay. Mẹ bảo thank you. Thank you. Thank you. Okay. Thank you. Thank you. For me, I say thank you for everything. For treating me like a son. Thank you. มันบอกขอบคุณที่ดูแลมันเหมือนลูกชาย I feel like my home. Yes. Yeah, your mom too, your dad too. Hổm, 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 Yes, hổm. home,พี่ home. แค่ทำไมพู You ด made my son. มาบอกแม่ทำให้มันรู้สึกเหมันลูกชาย Yes, yes. Mommy said it smell good. Smell good. Kinh ra lúc. Kinh đi. This. Kinh. രാവിലെ തന്നെ എൻ്റെ അടുത്ത് Kinh lời. ഓക്കെ രാവിലെ തന്നെ ഡൂറിയാൻ കഴിക്കാൻ വേണ്ടി പറയാം. ഹബീബി, വാട്ട് Come and eat rice. യു നോട്ട് ഈറ്റിംഗ്? No, I don't like ഓ, എനിക്ക് വേണ്ടി ഇവിടെ ആഹാരം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഓ, എന്തെല്ലാം. വാവ്. ആ ഹലോ മേ, സവാദിക്കാ. സവാദിക്കാ. ഓക്കെ എന്നാ Kinh cá trả tí. ഓക്കെ യെസ് യെസ്. Mà cái thùng nào cũng All for you. No. All for me, huh? Thăm điền. Durian, okay. Mẹเอาthứ ở đây mẹ. All for me. Durian making for me. It's all food for me. It's so big. Oh, okay. Lớp vụ anh. Kabungao. Oh, she love me. Like she see you as a little boy, like she's She's like little. Okay, give me kiss. Nada. Kabungao. Đi theo mấy? Yes, fine. Cô visit her home. Yes. ไปบ้านด้วยพาไปหนังสาเล่นที่ไม่เคยนะ กินข้าวก่อน Huh? You eat finish she drive you around with her bike Okay. eat ถ้าเขาอยากไปหนังเรา കഴിച്ചിട്ട് വീട്ടിൽมันได้หนังสา കഴിച്ചിട്ട് പുള്ളിക്കാരിയുടെ വീട്ടിൽ പോവാം. ഇവിടെ മുന്നിൽ ചോറ്, ചിക്കൻ, ഇവിടെ കരുവാട്, ഡ്രൈ കരുവാടാണ്, മസാലയൊന്നുമില്ല. കടിച്ച അപ്പം സൗണ്ട് കേൾക്കും. ആ കണ്ടില്ലേ, ഇവിടെ മുട്ട, ഇവിടെ തന്നെ നമ്മുടെ ഫിഷ് വിത്ത് നൂഡിൽസ്, കുറേ ഭക്ഷണമുണ്ട്. പുള്ളിക്കാരിക്ക് എന്നെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പുള്ളിക്കാരിയുടെ വീട്ടിൽ ആരോ കുറച്ച് ദിവസം മുന്നേ ഒരു കമൻ്റ് ഇട്ടു. ആ കമൻറ്റ് ആൾക്കാർ പറയുന്ന മാത്രമല്ല, എൻ്റെ കുടുംബക്കാർ വരെ പറയാറുണ്ട്, മാഹീന് നിനക്ക് ഒരു സ്ഥലത്തുനിന്നും പെണ്ണ് കിട്ടില്ല എന്ന്. പക്ഷേ എൻ്റെ യാത്രയിലൂടെ ഞാൻ മനസ്സിലാക്കുവാണ്, കേരളത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് പെണ്ണ് കിട്ടും. കാരണം പല അമ്മമാർക്കും എന്നെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ജൂണിൻ്റെ അമ്മ എന്നെ ഭയങ്കര ഇഷ്ടമാണ്.
അതിൻ്റെ അർത്ഥം ജൂണിനെ കെട്ടിച്ചേരുമെന്നല്ല. ജൂണിന് ഇനി ഞാൻ കല്യാണം കഴിക്കാനും പോകുന്നില്ല, എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പല അമ്മമാരും ഉണ്ട്, ഭയങ്കര ക്യൂട്ടാണ്, അതാണ് ഇതാണ്, ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ചില അമ്മമാർ മോളെ കെട്ടിച്ചേരട്ടാന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ഒരു പേടിയില്ല. ഉമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന കാര്യമാണ്, നിനക്ക് ഒരു സ്ഥലത്തൊന്നും പെണ്ണ് കിട്ടൂല. അത് കേരളത്തിൽ നിന്ന് കിട്ടൂല എന്ന് തോന്നുന്നു എനിക്ക്. No, we are banned. No, it's okay. Go. Like this. പാൻറ് വല്ലതും ധരിക്കാൻ സമ്മതിക്കുന്നത്. ഓക്കെ, ഇഫ് യു ഡോണ്ട് വാണ്ട് ഐ ക്യാൻ റിമൂവ്. No. Go like this. ഞാൻ പാൻറ് ഷർട്ടൊക്കെ പോയി ഇടാൻ വേണ്ടി പോയപ്പോൾ ജൂൺ എന്നെ സമ്മതിക്കുന്നില്ല, അമ്മുമ്മ എന്നെ സമ്മതിക്കുന്നില്ല. അമ്മ പറഞ്ഞില്ല ഇങ്ങനെ വന്നാൽ മതി, ഇതാണ് ലുക്ക് എന്ന് കേട്ടോ. ഇതുപോലത്തെ നൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാനായിട്ട് ഞാനങ്ങനെ അവരുടെ സ്കൂട്ടറിൽ പോവാണ്. ബൈ മേ. ഓക്കെ പോയിട്ട് വരാം. എനിക്ക് വേണ്ടി മേ അവിടെ നമ്മുടെ ഡൂറിയാൻ ചിപ്സ് ഉണ്ടാക്കുവാണ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കഴിവ് വയ്ക്കാനൊന്നും സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് പോവാ. എൻ്റെ ചെരുപ്പ് എടുക്കട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ അപ്പച്ചനെ കാണിക്കുന്നില്ല എന്ന് പരാതിയുണ്ട്. പോയിട്ട് വരാം. ഓക്കെ. യെസ്. You're not coming, June? No, you going. I want to wash one. Want to shower. Okay, I will be back. Okay. It's okay. ഇവിടെ എൻ്റെ തുണിയൊക്കെ കഴുകിയിട്ടൊക്കെയാണ്. ഇന്ന് നല്ല വെയിലുള്ള ദിവസം. ജൂൺ ഗോ. Okay. Yes, let's go. നല്ല വെയിൽ കേട്ടോ. Here. വെയിലത്ത്. Tụi với ba cu đi. Nặng gì con chặt cái kẹn đó. Hả? Chặt. പിടിച്ചിരിക്കാൻ. No problem. Let's go. Hey, Tata. Let's go. Oh my God. തേങ്ങയൊക്കെ കിടപ്പുണ്ട്, തേങ്ങ തൊപ്പി. Oh my God. May fast. May, tada! നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെ കൂവി വിളിച്ച് പറയാ. ഹലോ. ഓയ്. നമ്മുടെ വണ്ടി ഇവിടെ കയറ്റി വയ്ക്കാൻ പറ്റുമോ? എന്തൊക്കെ പറയുന്നു. ഹലോ. What is your name? Mahin. Yeah. Sawadika. Check it out. You speak English? You speak English? You English? Oh. Very good. What is your name? My name is Strong Kid. Strong Kid?แต่ว่าเปิดถ่ายรูปซึ่งเราว่าโอ้ย beautiful. Oh, Kapenggal. Beautiful? Yes, very beautiful. นี่ฝนโอ้ย Oh my God. Yeah. Hả? രണ്ടൊരു ചങ്കാണെന്ന് തോന്നുന്നു. Thì chú trai đấy bà. Đó đó. Ngày xưa đều. You coming? Hả? You sit? Come. Điều tạm với nó nọc chín. നല്ല വീട് കേട്ടോ, നല്ല രസമുണ്ട്. ഇവിടെ എല്ലാം തട്ടും പുറവും മച്ചും. പഴയ വീടാണ്. ഇവിടെ എല്ലായിടത്തും ഇതുപോലുള്ള വെള്ളം നിറയ്ക്കാനുള്ള ജഗ്ഗുണ്ട്. ഇവിടെ ഇതുപോലുള്ള സംഭവങ്ങൾ. പിന്നെ ഇരിക്കാനും എല്ലാ വീട്ടിൻ്റെ ഇതിലും കോൺക്രീറ്റ് ഇതുപോലെ ഇരിപ്പിടങ്ങൾ, ഡൂറിയ മരങ്ങൾ. കർഷക സ്ത്രീകളാണ് ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഓ മൈ ഗോഡ്. പടച്ചോരെ. Oh my God. Yes, all right. എന്തൊക്കെയാ പറയുന്നുണ്ട് എനിക്ക് തന്നെ അറിയില്ല. എന്നിട്ട് അമ്മൂമ്മ വെറുതെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഞാനും എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഞാനും ചിരിച്ചു കൊടുക്കുന്നുണ്ട്. പാവണം കേട്ടോ.
നല്ല സ്നേഹമുള്ള ആൾക്കാർ കേട്ടോ. എല്ലാവരും എൻ്റെ അടുത്ത് എന്ത് സ്നേഹമെന്നാ, ഇങ്ങനെ സ്നേഹം തരാൻ ഞാൻ എന്ത് നല്ല ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. അങ്ങനെയല്ല, ഞാൻ നല്ല ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും ഓരോ ആൾക്കാർ ഓരോ സ്ഥലത്ത് പോകുമ്പോഴുള്ള സ്നേഹം ഒരു തൊപ്പി എടുത്തു. തൊപ്പി അവര് ഈ തൊപ്പി എടുത്തു കേട്ടോ. യു ദിസ് ഗുഡ്, മീ ഓൾസോ ലൈക്ക് ദിസ്. ഓക്കെ, Phải đi rồi vậy nè. now we good. Nặng ta xuống đó. Nặng ra củi ra đây. I give you this. Đây nè. Okay. Oh la la. Măng Thái sабай đi ba. Hả? Vô Măng Thái sабай đi ba. Yo mom. Sабай ba. നോ, മനസ്സിലായില്ല. ഒന്നുമേ മനസ്സിലായില്ല. ഇവിടെ തേങ്ങ അടത്തോണ്ടിരിക്കുകയാണ് ആൾക്കാർ. തേങ്ങ അടത്ത് ഉള്ള കാഴ്ച ഫുള്ള് തേങ്ങ. നമ്മൾ എവിടേക്കേ പോവുകയാണ്, കാട്ടിൽ ആരുടെ വീട്ടിൽ, അടുത്ത വീട്ടിൽ പോകുന്നതാണെന്ന് തോന്നുന്നു. എവിടെ പോവാണ് എന്നെ കൊണ്ട്? ഓരോ വീട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങി പോവാണല്ലോ. എല്ലാരും ഓടി വരൂ. Bên đâu ba em. สวัสดีครับ 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 Khen ơi, chơi khen ơi. Wow.สวัสดีครับ đi ca สวัสดีครับ โอ้ sorry sorry what problem đi oh this ra bay oh bike ഇടിച്ചത് oh sorry oh rider full here 6 മുറിവ് ഫുള്ള് ഭാഗം കേട്ടോ. വണ്ടി ഇടിച്ച് കിടക്കുക. ബൈക്ക് നോ ഗുഡ്. റെസ്റ്റ് India đây Bangladesh. India yes.นักเรียนทุนแลกเปลี่ยนเนอะ Hả? นักเรียนทุนแลกเปลี่ยนเนอะ Đất liền thun lép liền. ใช่ป่ะ No. หวังไม่ถูก Bằng bỏ ốc. എനിക്കൊന്നും അറിയില്ല. Bằng bỏ thuốc. കംകത്തൂക്ക് യെസ് ഇവിടെ ഇവർക്ക് മുളവ്, ഡോറിയാൻ ഗുഡ്. മീ ปีนี้กับปีนู้นเลย Bà chôn mì. ബൈ ഓക്കെ. എനിക്ക് വേണ്ടി കസേര കേട്ടു. ഓ മൈ ഗോഡ്. Ơi. ഓ Oh. ഓക്കെ കം Cứ lôi. യു സിറ്റ് ഹിയർ. Oh, sit down. സിറ്റ് ഡൗൺ. ഓക്കെ con ra thả ra Here, sit down. Oh. ഓ Beautiful. യെസ് വെരി ബ്യൂട്ടിഫുൾ. Ay, yeah. യുവർ ഫ്രണ്ട് അടുത്ത വീട്ടിൽ വന്നു. നമ്മൾ അടുത്ത ആളെ വിളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. Đây à ba Lê. ലോകം മുഴുവൻ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് ഓരോ ആൾക്കാരെ വന്ന് മീറ്റ് ചെയ്ത് എന്നെ കാണിക്കാൻ വേണ്ടി കൊണ്ട് നടക്കുന്നതാണ്. Come here. Come here. Come here. Fast. സവാദിക്കാ. oh sawadika സവാദിക്കാ. ഇവിടെ ഒരു നമ്മുടെ നാട്ടിലെ പോലത്തെ തട്ടുകടയാണ്. ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി മുട്ടായികള്, പാക്കറ്റ് ഫുഡുകള്, കപ്പലണ്ടി ഇങ്ങനെയൊക്കെ വിൽക്കുന്ന ഒരു കടയും കൂടിയാണ്. വീടും കടയും ഒരുമിച്ചുള്ള സ്ഥലമാണ്. ഇവിടെ ഭയങ്കര കാമാണ് കേട്ടോ. എന്ത് ഭയങ്കര പീസാണെന്ന് നോക്കിയേ. അപ്പൊ ഇങ്ങനെ വന്നപ്പോ വഴിയിൽ നിന്ന് ഒരാൾ വിളിക്കുവാണ്. ഹലോ മങ്കി. ഓ ഓക്കെ Đây à. ഓ mừng về nè കൊരങ്ങനെ കാണിക്കാൻ വിളിക്കുകയാണ്. സവാദിക്ക
സാധിക്കാ അവിടെ മങ്കിയുണ്ട്. ഇവിടെ തെങ്ങ് ഉള്ള സ്ഥലത്ത് ഇവിടെ തെങ്ങുള്ള സ്ഥലത്ത് എല്ലായിടത്തും ഓ തെങ്ങുള്ള എല്ലായിടത്തും കുരങ്ങനെ കാണും. തെങ്ങുള്ള എല്ലാ സ്ഥലത്തും കുരങ്ങന്മാരും ഉണ്ട് ഇവർക്ക്, കണ്ടില്ലേ? അപ്പോൾ അതിലൊരു പഴമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അയ്യോ കടിക്കോ? കണ്ടിട്ട് പേടിയാവുന്നു. ഹലോ കടിക്കാൻ വേണ്ടി ഓട്ടിക്കാ, കണ്ടില്ലേ? കുരങ്ങ പേടിപ്പിക്കുന്നതാണ് കേട്ടോ, കടിക്കൊന്നുമില്ല. തേങ്ങ ഉള്ള വീട്ടിലെല്ലാം കുരങ്ങന്മാരുണ്ട്, വലിയ തെങ്ങ് കൃഷിയുള്ള സ്ഥലത്തെല്ലാം. ഹലോ പേടിപ്പിക്കുന്നതാണ്. ഓക്കെ കപ്പുങ്കാഫ് Chun á. Hả? Chun vô nãy. ജൂൺ ഹോം ജൂൺ എവിടെയെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ താണ്ട തെങ്ങിൻ്റെ ഇതാണ് അവർക്ക്, ഇതാണ് ഇവരുടെ വീട്. അയ്യോ ഓക്കെ ബൈ. നല്ല ആൾക്കാരാണ് കേട്ടോ, ഇവിടെ കൂടുതലും പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. എല്ലാവരും ഇങ്ങനെ വിരമിച്ചിരിക്കുന്ന ആൾക്കാരാണ്, വെറുതെ എല്ലാവരും ഫാമിംഗ് ആണ് കേട്ടോ ഇവിടുത്തെ പരിപാടി, ഫാമിംഗ്. ഈവനിങ് നമ്മൾ രണ്ടുപേരും 3 പേരുമായിട്ട് നമ്മൾ ഒരുമിച്ച് കറങ്ങാൻ പോവാന്ന് പറയുകയാണ് കേട്ടോ. ഇപ്പൊ ചൂട്, നമുക്ക് വൈകിട്ട് കറങ്ങാൻ പോവാന്ന് കേട്ടോ. കപ്പും കപ്പ് പുള്ളിക്കാരി ഭയങ്കര ഫണ്ണിയാണ് കേട്ടോ. അവിടെ എന്താ മെയ് ഇതോ ഇങ്ങനെയാണ് നമ്മുടെ ചിപ്സാണ് കേട്ടോ. നമ്മുടെ ദൂറിയാൻ ചിപ്സ് ആണ് ഈ കാണുന്നത്, നമ്മുടെ ചക്കവറ്റലൊക്കെ പോലെ ദൂറിയാൻ ചിപ്സ്. ഇതില് അരിഞ്ഞിട്ട് ഈ കാണുന്ന സ്ലൈസറിൽ പച്ച ഡൂറിയാന ഇങ്ങനെ 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 അരിഞ്ഞ് ഇതിലിടും. അതാണ് കേട്ടോ. എന്നിട്ട് അതില് ഇതെന്തോ ഫാറ്റ് സ്പ്രെഡ് സാമൻ, ഇതെന്താ നെയ്യ് എന്തോ ആണ് കേട്ടോ. ഇവിടെ ഈച്ച മച്ചാതിരിക്കാൻ വേണ്ടി ഇതാ ഈച്ചയുടെ ഒട്ടിക്കുന്ന ഇതാണ്, ഫുള്ള് ഈച്ചതാ. ഇതെല്ലാരും കൂടെ ഒരുമിച്ച് ഓടി ചെയ്യുവാണ്. Mình chỉ có điều. Mình chỉ có. Mình chắc có đó đấy. Mai nó chín đó. Rồi. Ok. Kapung gap. ഞാൻ ജൂണിൻ്റെ ഈ ഒരു റൂം ഞാൻ കാണിച്ചു തന്നിട്ടില്ല. ഇതാണ് കേട്ടോ ഇവരുടെ പാരൻസിൻ്റെ റൂം. കണ്ടില്ല, എല്ലാം മരം കൊണ്ട് നിർമ്മിച്ച വീടാണ്. ഇവിടെ എല്ലാം ഇത്രയും വെന്റിലേഷനുണ്ട്. ഇവരുടെ ചെറിയ തട്ടുംപുറവും വീടും ഇവിടെ ആയിട്ട് ഇതാ ഇവിടെ പുതിയ ഹലോ സവാദിക്ക ഹലോ ഇവിടെ അവർ തട്ടുംപുറത്ത് വേറൊരു റൂം പണിയാണ്. ജൂണിന് വേണ്ടി ഒരു സെപ്പറേറ്റ് റൂമാണ് കേട്ടോ ഇവിടെ പണിയുന്നത്. സെപ്പറേറ്റ് തട്ടുംപുറത്ത് കൊള്ളാം. എനിക്കൊന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ അവർ സ്റ്റെയർ വയ്ക്കും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെയർ വയ്ക്കും. വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് ബോറടിച്ച് നമ്മൾ
ഉച്ചയ്ക്ക് ശേഷമായപ്പോൾ ബ്രോൻ്റെ കൂടെ ദാണ്ട് ഒന്ന് പുറത്തോട്ട് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. ബ്രോ സവാദിക്ക പുള്ളി ഒന്നും സംസാരിക്കൂല കേട്ടോ. യുവർ ബ്രദർ ഡോണ്ട് സ്പീക്ക് എനിത്തിങ്. He's very quiet. He's shy person. He's shy person. പുള്ളിക്കാരെ ഷൈ പേഴ്സൺ ആണ് കേട്ടോ. ഹൗ ഓൾഡ് he is? 34. 34 വയസ്സുണ്ട് കേട്ടോ. 34 വയസ്സിൽ കല്യാണപ്രായമായിട്ടും കല്യാണം കഴിക്കാതെ നടക്കുവാണ് പുള്ളി. നമ്മൾ കോഫി കുടിക്കാൻ വേണ്ടി മാത്രം കോഫി അടിക്കാൻ വേണ്ടി മാത്രം നമ്മൾ വന്ന കിലോമീറ്റർ കണ്ടില്ലേ, ഒരു 10-20 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം. ഇതും ധനാക്കൊണ്ട പാമ്പാണ്. നല്ല രസമുള്ള ഒരു കഫേ, ഹൈവേ കഫേ. നമ്മളിങ്ങോട്ട് കോഫി കുടിക്കാനായിട്ട് എത്തിയതാണ്. ഓ അടിപൊളി. ഇവിടെ കപ്പിൾ സ്പോട്ടാണെന്ന് തോന്നുന്നു. ലെറ്റ്സ് ഗോ. നല്ല രസമുണ്ട് കേട്ടോ. മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. കപ്പിൾ ഫ്രണ്ട്ലി പാർക്കാണ്. ഇവിടെ ഫുൾ കപ്പിൾസൊക്കെ വന്ന് അടിപൊളി കേട്ടോ. ഈ ഒരു സ്ഥലത്ത് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ആക്ച്വലി നടന്നൊക്കെ മുന്നോട്ട് പോവാം. അടിപൊളി, നല്ല രസമുള്ള ഒരു സ്ഥലം. ബ്രദർ കം. പുള്ളി കാറ് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് നമുക്കിരിക്കാം. നല്ല അടിപൊളി പ്ലാന്റുകൾ, ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ആണ് ഈ കാണുന്നതെല്ലാം തന്നെ. ട്രോപ്പിക്കൽ പ്ലാന്റ്സ്. അടിപൊളി ഫിഷ്. വേറെ ലെവല്. Habibi, very good, very beautiful. Me? A fish? Fish, no you. Okay. ഇവിടെ ഒരു മാൻമെയ്ഡ് ഒരു പൂള് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കഫേ ഫുള്ള് മനോഹരമാണ്. നമ്മളങ്ങനെ കഫേയിൽ കാപ്പി കുടിക്കാൻ വേണ്ടി വന്നതാണ്. സ്വാൻ ലക്കിൻ വ്യൂ കോഫി. ഇത് കാണുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കമൻറ്റ് കണ്ടിരുന്നു കേട്ടോ. അതായത് അവിടെ പോയിട്ട് അവരുടെ കൂടെ നടന്ന് ഓസിന് മുടിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്നലെ തന്നെ നമ്മൾ ലാസ്റ്റ് രാത്രി ഹോട്ട് പോട്ട് കഴിക്കാൻ വേണ്ടി പോയി. അതിൻ്റെ കാശ് ഞാനാണ് കൊടുത്തത്. അപ്പോൾ ഓസിനല്ല കേട്ടോ എല്ലാം കഴിക്കുന്നത്. പിന്നെ വീട്ടിൽ ഇരിക്കുന്നതൊന്നും നമ്മൾ പൈസയൊന്നും കൊടുക്കില്ല. പക്ഷേ പുറത്ത് പോയി കഴിക്കുമ്പോഴൊക്കെ ഞാനും പൈസ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിക്കരുത്. നല്ല കുറേ ഡ്രിങ്കുകളാണ് കേട്ടോ ഇവിടുത്തെ പ്രധാനം. ഇവിടെ തായ്ലൻഡുകാർ എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കപ്പിൽ എന്തെങ്കിലുമൊക്കെ ഡ്രിങ്കും പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നല്ലൊരു വൈബ് കേട്ടോ ഇവിടെ. നല്ല അടിപൊളി. ഇവിടെ എന്താ പേരയ്ക്കാണല്ലോ, വിൽക്കാൻ വേണ്ടി പേരയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രീ ട്രയലാണ്. ട്രയൽ നോക്കട്ടെ കൊള്ളാമോന്ന്. നല്ല മുളകൊക്കെ വെച്ചിട്ടുള്ള ഇതാണ് കേട്ടോ പേരയ്ക്ക. Habibi, you want? കൊള്ളാം കേട്ടോ. നല്ല അടിപൊളി പേരയ്ക്ക. ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇവരിവിടെ വിൽക്കുന്നത്. ഓർഗാനിക് ആയിട്ടുള്ള യെസ് വേറെന്തോ ഒരു സംഭവം. പിന്നെ ഇവിടെ ബനാന ചിപ്സ് അതൊക്കെ. ഞാനിവിടെ ഒരു പൈനാപ്പിൾ സ്മൂത്തി, പച്ചവെള്ളം കേട്ടോ, പച്ചവെള്ളം ഐസ് വാരിയിട്ടേക്കുന്നു. ഇവിടെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്, ക്രീമി ഫ്രഞ്ച് ഫ്രൈസ്. കൊള്ളാമോ നോക്കട്ടെ. ക്രീമി ഓവറായിപ്പോയോ? ഞാൻ കൊടുക്കാൻ വേണ്ടി പോയതാ. അവള് ചിയേഴ്സ് തന്നാ. ബ്രോ ഇറ്റ്. അടിപൊളി, നല്ല അടിപൊളി സാധനം. വെറ്റ് ചിയേഴ്സ് ബ്രോ, ചിയേഴ്സ്. ഓക്കെ ചിയേഴ്സ്. കുഴപ്പമില്ല, ബ്രോ ഓൾറെഡി കഴിച്ചു. നല്ല അടിപൊളി കഫേ. ആർക്കും ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു ഭാഗം. തൊട്ട് പുറകിൽ ഇത് സാധാരണ ഇവരുടെ എന്താ പറയുക ഒരു ഗാർഡനെയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ അവർ സെറ്റപ്പ് ചെയ്തിട്ട് മാറ്റിയിട്ടുള്ളത്. After 6 months. No. You look very good with
long hair. എന്നാലും ചില സമയത്ത് ആലോചിക്കും എന്റെ മുടിക്ക് എന്തോ ഫാൻ. Told you that. Your friend also told? Yeah. Your brother what he's saying? He knows you with long hair, but I will show you a picture with long hair. എല്ലാവർക്കും എന്റെ മുടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കാണുന്ന എല്ലാ ആൾക്കാരും എൻ്റെ അടുത്ത് പറയുന്ന അഭിപ്രായം മുടി കട്ട് ചെയ്യരുതെന്നാണ്. മുടി കട്ട് ചെയ്യാൻ ആകെ ഇഷ്ടമുള്ളത് ആർക്കാ? ഓക്കെ, എന്റെ ഫാമിലിക്കും പിന്നെ എന്റെ സുഹൃത്തുക്കളുണ്ട്, ആൺസുഹൃത്തുക്കൾക്ക് മുടി വെട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്റെ ആൺസുഹൃത്തുക്കൾക്ക് Leave long hair forever. Don't cut your hair. Don't ever no Leave ever. long hair forever. Oh, okay. When I marry also maybe my wife say cut, then what I do? Your wife not gonna say cut your hair, because when your future wife see you with long hair, she fall in love you with long hair. Oh, എന്റെ ഫ്യൂച്ചർ ഭാര്യ കാണുമ്പോ എന്റെ ലോങ് ഹെയറിൽ വീഴുന്നാണ് പറയുന്നത്. Where bro? Here, Bansuan. നമ്മളങ്ങനെ ഇവിടുത്തെ ഒരു റിസോർട്ടിലോട്ടാണ് വന്നത്. കേട്ടോ. Why are we going here? I take you go see lady. ഇവിടെ കണ്ടില്ലേ, ഇതൊരു റിസോർട്ടാണ്. ആക്ച്വലി നമ്മളിവിടെ ഞാൻ അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളിവിടെ ഒരു ടൂർ പാക്കേജ് തുടങ്ങാൻ വേണ്ടി പോവാണ്. കാരണം കുറെ നാളായി വീട്ടിൽ ഓരോ ആവശ്യത്തിനൊക്കെ പൈസ വയ്ക്കുമ്പോൾ എൻ്റെ അടുത്ത് പൈസ ഇല്ല. ലാസ്റ്റ് പൈസ ഇല്ലെങ്കിൽ ഫാമിലിക്കും നാട്ടുകാർക്കിടയിലും ഒരു സ്ഥലത്തും വിലയില്ലാത്തവനാവും. പാഷൻ പറഞ്ഞ് നടന്നാൽ മാത്രം പോരല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഞാനൊരു ടൂർ കമ്പനി തുടങ്ങാമെന്ന്. അങ്ങനെ ഞാൻ ചെറിയൊരു ടൂർ കമ്പനി തുടങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ജൂണിൻ്റെ ഒരു വില്ലേജിലോട്ടാണ് ഞാൻ നിങ്ങളെ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനുള്ള പ്ലാന്. പിന്നെ മാത്രമല്ല നമ്മുടെ തായ്ലൻഡിൻ്റെ മറ്റു പല ഭാഗങ്ങളിലോട്ടും കൊണ്ടുവരാനായിട്ടുള്ള പ്ലാനുണ്ട്. അങ്ങനെ എന്തെങ്കിലും പാക്കേജിലൊക്കെ സ്റ്റേ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ പാക്കേജ് ഇറക്കുന്നതാണ്. നമ്മൾ ഓണത്തിനൊക്കെ ഒരു പാക്കേജ് ഇറക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ജൂണിൻ്റെ വീട്ടിൽ നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഒരു ഓണാഘോഷം, പിന്നെ നമ്മൾ തായ്ലൻഡിലെ മറ്റു കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ഓണാഘോഷം കാണിക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൂടുതൽ തായ്ലൻഡിൽ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ഉള്ളവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വേറെ വലിയൊരു രീതിയിലുള്ള ട്രിപ്പാണ്. അതായത് വെറും പട്ടായയോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ മാത്രം കൊണ്ടുപോകേണ്ടതല്ല. അതേസമയം നമ്മൾ മറിച്ചിട്ട് മറ്റു പല സ്ഥലങ്ങളിലോട്ടും കൊണ്ടുപോയിട്ട് ആളുകൾക്ക് കാണാൻ ഇഷ്ടമുള്ള ഫാമിലിയുടെ ജീവിതത്തിൽ ലോക്കൽ വില്ലേജിലൊക്കെ കൊണ്ടുപോയി അങ്ങനത്തെ ഉള്ളൊരു ലൈഫ് കാണിക്കാനാണ് ഞാൻ ഇറങ്ങട്ടെ. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി, നല്ല സ്ഥലം കേട്ടോ. ഇതുപോലുള്ള വീടുകൾ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടുത്തെ നമ്മുടെ ലോക്കൽ പ്രാദേശികമായിട്ടുള്ള മാർക്കറ്റ് കാണാനായിട്ട് വന്നതാണ്. റംബൂട്ടാനൊക്കെ 120 കിലോ വില. ഓ, നമ്മുടെ ഡൂറിയാൻ്റെ ചിപ്സ് ഇതിന് 300 രൂപയാണ്. ഇത്രയും ഡൂറിയാൻ. ദിസ് ഈസ് ഡൂറിയാൻ റൈറ്റ്? ഡൂറിയാൻ്റെ ചിപ്സ് 300 രൂപ. ഡെയിലി വീട്ടിൽ തന്നെ ഞാൻ ഒരു 300 500 രൂപയ്ക്ക് കഴിക്കുമെന്ന് തോന്നുന്നു. ഇതാ ഇവിടെ നമ്മുടെ മാംഗോസ്റ്റീൻ 75 രൂപ. ഇവിടെ ഡൂറിയാൻ. ഈ കാണുന്നതാണ് ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റ്. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും നടന്നിട്ട് സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങും. അതാണ് നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റ്. ഇവിടെ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ എല്ലാം അതുപോലെ വിറ്റ് തീർന്നു നോക്കിയോളും. ഇവിടെ മീനൊക്കെ മീന്. ദിസ് ഈസ് വാക്കിംഗ് സ്ട്രീറ്റ്. Why your brother is not coming? He don't like? പുള്ളിക്കാരൻ്റെ ബ്രദറിന് ഇത് 300 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ കൊഞ്ച് കിട്ടുമോ? ഇത്രയതിന് 300 രൂപ. ഓ, നമ്മുടെ നാട്ടിലെ ഉണ്ണിയപ്പം പോലത്തുള്ള സാധനം. ലൈക്ക് സെയിം യെസ്റ്റർഡേ. ഇങ്ങനെ നീണ്ടു കിടക്കുവാണ് നമ്മുടെ മാർക്കറ്റ് അങ്ങറ്റം വരെ. ട്യൂസ്ഡേയിലാണ് കേട്ടോ ഇവർക്ക് ധാരാളം. ട്യൂസ്ഡേയിലാണ് ആക്ച്വലി ധാരാളം ഉണ്ടാവുന്നത്. ഇന്ന് വളരെ കുറവാണ്. ട്യൂസ്ഡേയിൽ ഇവിടെ ധാരാളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലാം കളർഫുൾ ആയിട്ടുള്ള ഇതാണ്. ഫുള്ള് മരുന്നടിച്ച് ഇതാണ്ട് മരുന്നടിച്ച് ചെയ്യണം. ചിക്കനിൽ ഫുള്ള് മരുന്നാണ്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. എല്ലാം കളർഫുൾ ഭക്ഷണങ്ങളാണ്. ഇവിടെ നല്ല കേക്ക് എന്ന് തോന്നുന്നു. ഓ, ഇത് റൈസും മുട്ടയും കുറച്ചിതും, അതിൻ്റെ കൂടെ അൺഹെൽത്തി കുറേ ഷുഗറി തിങ്സ്. ഇവിടെ നമ്മുടെ മഞ്ഞൾ, അപ്പുറത്ത് ലോട്ടറി, ഇവിടെ പച്ചക്കറികൾ.
Oh, exercise. You went for exercise. Nice, nice. എക്സസൈസിന് പോയിട്ട് വന്നിരിക്കുവാണ് ഇവിടെ. ദിസ് ചാരുകസേര. You go like this. Go. Like this. Yes. കണ്ടില്ലേ? ഇങ്ങനെ ചാരുകസേരയാണ് കേട്ടോ, നല്ല രസം. No, like this. കണ്ടില്ലേ? വാവ്. ഇതാണ് കേട്ടോ മെക്കാനിസം, നല്ല രസമുണ്ട് കേട്ടോ. ഇത് പല ആളുകളുടെ വീട്ടിലും കാണും. തടിയിലും കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളിത് നമ്മുടെ ജൂണിൻ്റെ അച്ഛൻ്റെ കാറാണ്. അച്ഛൻ്റെ കാറും എടുത്ത് നമ്മളൊന്ന് കറങ്ങാൻ വേണ്ടി പോവാണ്. ഇത് ജൂണിൻ്റെ ചേട്ടൻ്റെ കാറാണ്. ചേട്ടൻ കണ്ടില്ലേ തുടയ്ക്കണമെന്നടാ, തുടയ്ക്കണമല്ല തൂക്കുന്ന കേട്ടോ. നമ്മുടെ നാട്ടിൽ 35 വയസ്സായ ആണുങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യോ? നോ, ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ ഡു. നമ്മുടെ നാട്ടിൽ 35 വയസ്സായാണെങ്കിൽ ഇത് എങ്ങനെ വിളിക്കും? ഭാര്യയുടെ അടുത്ത്, ഭാര്യയെ ചായ കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഇങ്ങനെ മക്കൾ ചെയ്യോ? പക്ഷെ പുള്ളി അടിപൊളി കേട്ടോ. പുള്ളി പാവമാണ്, ഭയങ്കര കൊയ്റ്റാണ്, കാമാണ് പുള്ളി. ഓക്കെ, അച്ഛൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അച്ഛൻ പഴയ ജാക്കി ചാനൽ പോലെയാണ് കേട്ടോ. കണ്ട ഒരു ജാക്കി ചാൻ്റെ ഒരു ചെറിയ ലുക്കൊക്കെ ഉണ്ട്. ഹബീബി ബൈ, സീ യു. എൻ്റെ അച്ഛൻ റെഡി ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇങ്ങനെ വണ്ടി കയറട്ടെ. നമ്മുടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. വണ്ടി കയറിയപ്പോൾ എന്തൊക്കെയോ സൗണ്ടൊക്കെ കേട്ടു. ഗിയർ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അല്ലോ. ഗിയറൊക്കെ ഇവർ ഉപയോഗിക്കില്ലേ? കല്ല് പിടിച്ചിരിക്കുവാണല്ലോ. ഗിയറൊക്കെ കല്ല് പിടിച്ചിരിക്കുന്നു. വേറെ ലെവല് സൗണ്ട്. വണ്ടിയുടെ സൗണ്ടൊക്കെ അടിപൊളി. Let's go. You ready? ഞാൻ നോക്കിയപ്പോ ഇവിടെ 4ാമത് ഒരു സാധനം കേട്ടോ, വെറുതെ കയറിയിരിക്കുന്നു. ഇത് കാല് തട്ടുന്നോണ്ട് ഉപയോഗിക്കാനേ പറ്റുന്നില്ല. പക്ഷെ നല്ലൊരു സാധനം കേട്ടോ. വണ്ടി എന്തോ അടിപൊളി സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. തൊടുമ്പോ പറക്കുന്നു. അടിപൊളി സാധനം കേട്ടോ. Let's go. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിനി യാത്ര തുടങ്ങുവാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. Okay. ബൈ. See you. Okay. You guys go in the front a little bit. The door is not closed well. Yeah, door close. เนี่ย Oh, ne? เนี่ยสวนยาง Saudi. สวนยางเนี่ยนั่นน่ะบ้านมีอีกบ้านหลังนึงนั่นน่ะ This? เนี่ย Oh, okay, back. There? เนี่ยของที่บ้าน There. Okay. แล้วก็ไปข้างล่างอีกหลังนึงเนาะเดี๋ยวไป Clang? Clang. เนาะไปดู ഓ, ഇതൊന്നും പറയണ മനസ്സിലാവുന്നില്ല. อันนี้หลังนึง ക്ലൈ เนี่ยปลายาง อีกหลังบ้านมีบ้านเนี่ย นี่อีกหลังนี่มีบ้าน എന്തൊക്കെ ചെടി കാണിച്ചിട്ട് ไม่มีคนอยู่ എന്തോ പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. കിളുകിളുകിളുകിളുകിളുകിളു അത് മാത്രമേ എനിക്ക് മനസ്സിലാവുന്നു. അതാക്കറിയാം എന്താണ് പറയുന്നതെന്ന്. മീനായി ഏതോ കേരളത്തിന്റെ ഗ്രാമ വഴി എത്തിയോ അല്ലേ? എന്താ രസമല്ലേ? ഞാനിതിവിടെ കേരളത്തിലാണോ? എനിക്ക് എന്നെ അത്ഭുതം. പുറകിൽ പട്ടി വരുന്നുണ്ട് എന്ന് തോന്നുന്നു. അടിപൊളി. അങ്ങോട്ട് റിവർ ചെറിയ ഇതൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്, നല്ല വഴികള്. സത്യം പറയാമല്ലോ, ഇതെല്ലാം നമ്മുടെ ഇതാണ് പാമിന്റെ മരങ്ങളാണ്. നമ്മൾ ഏതോ ഒരു കാടെത്തി. ഏതോ ഒരു വലിയൊരു കാട്.ถึงแล้วนะ നമ്മുടെ വീടെത്തി. ഓ, ഇതാണ്. ഓ,
നമ്മുടെ പഴയ Maybe கொஞ்சம் അമ്മൂമ്മയുടെ വീട്, അമ്മൂമ്മയല്ല സോറി, അമ്മയുടെ വീട്, മെയ്യുടെ വീട്ടിലോട്ടാണ് നമ്മൾ വന്നത്. ഇവരുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, ഇവരുടെ പഴയ വീട്. farm. ഓ നമ്മുടെ പഴയ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവരുടെ പഴയ വീട്. കൊള്ളാം, പഴയ വീട്. ഇവിടെ ഇപ്പൊ ആരുമില്ലാതെ താമസിക്കാണ്. ദിസ് മെയ് കൊഞ്ചോ. ഓ മെയ് കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള വീടാണോ? അവിടെ എന്തൊക്കെയാ പറിക്കുന്നുണ്ടല്ലോ അവര്. നമ്മുടെ നാട്ടിലുള്ള പഴമല്ലേ അത് പറിക്കുന്നേ? എന്തോ ഫുള്ള് പട്ടിക്കോരല്ല, പട്ടി കടിക്കാമെന്തോ. നല്ല സ്ഥലം കേട്ടോ. മച്ചോ ഫ്രണ്ട്. ആ ഇത് ഫ്രണ്ടിന്റെ വീടാ, അവരുടെ പഴയകാല സുഹൃത്തിന്റെ വീടാണ് ആ കാണുന്നത്. ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഫ്രണ്ട് ഇല്ലേ, പട്ടി മാത്രമേ ഉള്ളൂ. ഇതാ പട്ടി, പൂച്ചയൊക്കെ കെട്ടിയിട്ടൊക്കെയാണ് പാവം. ആരുമില്ലാന്ന്. നോ ഫ്രണ്ട് നോ. ഓ അവിടെ പട്ടി, പുള്ളിക്ക് ഫുള്ള് പട്ടിയാണല്ലോ. പട്ടിയും കുറെ സൈക്കിളുകളും ഉണ്ട് ഇവിടെ. ഇവിടെ നമ്മുടെ ഇതൊക്കെ ഉണ്ട്, നമ്മുടെ കേസരി ഉണ്ടല്ലോ, പിന്നെ നമ്മുടെ പാക്ക്, അടയ്ക്ക. നമ്മുടെ നാട്ടിലെ ആ ഒരു സെയിം സസ്യജാലങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു കയറ് കെട്ടിയിട്ടുള്ളത്, അകത്ത് കയറി കാണിച്ചു തരാം. കുഞ്ഞില് നമ്മുടെ ജൂണൊക്കെ വളർന്ന വീടാണ് ഈ കാണുന്നത്. പുള്ളിയുടെ തായിൽ എനിക്ക് മനസ്സിലായി. നോംഫ്രോം. ഓ ഇതാണ് കേട്ടോ ഇവരുടെ പഴയ വീട്. എല്ലായിടത്തും ഇവരുടെ രാജാവിന്റെ രാജ്ഞിയുടെ ഫോട്ടോ ഉണ്ട് കേട്ടോ. ഇവരുടെ വാഷ്റൂം എന്താ, ഒരു ചെറിയൊരു വീട്. ഇപ്പോഴും പാത്രമൊന്നും എടുത്തിട്ടില്ലേ? ഇതാണ് ഇവരുടെ പഴയ വീട്. എല്ലാം തൊലഞ്ഞ് വാരി കിടക്കുവാണ് ഇപ്പം. വാടകയ്ക്ക് കൊടുക്കാനാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും വീടുണ്ട്, പിന്നെ ആളുകൾ ആരും ഇവിടെ വന്ന് താമസിക്കില്ലല്ലോ. ചേലക്കായി കിടക്കുക. ഓരോ ഇവിടെ ഉള്ള വീടുകൾ നോക്കിക്കേ. നമ്മുടെ ഡബിൾ ഡെക്കർ വീടാണ്, നല്ല രസമാണ്. നമ്മുടെ മെയ്യുടെ വീടും നമ്മുടെ ജൂണിന്റെ വീടും ഡബിൾ ഡെക്കർ തന്നെയാണ്, പക്ഷെ ഇത് വേറൊരു ഭംഗി, പ്രത്യേക ഒരു ഭംഗിയുള്ള വീട് പോലെ. ഓ പഴയ വീട്ടിലൊക്കെ പോയി കിടന്ന് ഇവിടെ റെസ്റ്റ് എടുക്കുവാണ്. നാളത്തെ വീഡിയോയിൽ നമുക്ക് ബാക്കി കാഴ്ചകൾ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചത്. ഇന്നത്തെ ദിവസം വളരെ പീസ്ഫുൾ ആയിരുന്നു. ഇനി അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണിച്ചുതരാം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഗ്രാമക്കാഴ്ചകൾ തീരുന്നു. അടുത്ത വീഡിയോയിലെ ഗ്രാമക്കാഴ്ചകളും അതിമനോഹരമായിട്ടുള്ള പച്ചപ്പും നിറഞ്ഞ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.